ചാണക്യ പണ്ഡിതന്റെ രാഷ്ട്രീയ നീതി. ജീവിതദൈർഘ്യം, ചെയ്യുന്ന ജോലിയുടെ തരം, സമ്പത്ത്, വിദ്യ, മരണസമയം എന്നിവ ഒരാൾ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നു. സന്താനങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഭഗവാന്റെ ഭക്തനിൽ നിന്ന് അകന്നുപോകുന്നു. എന്നിരുന്നാലും അവനെ പിന്തുടരുന്നവർ തങ്ങളുടെ ഭക്തിയിലൂടെ അവരുടെ കുടുംബങ്ങൾക്ക് പുണ്യം നേടിക്കൊടുക്കുന്നു. മത്സ്യങ്ങൾ, ആമകൾ, പക്ഷികൾ എന്നിവ കാഴ്ച, ശ്രദ്ധ, സ്പർശം എന്നിവയിലൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അതുപോലെ സന്യാസിമാരും അതേ രീതിയിൽ തങ്ങളുടെ കൂട്ടാളികൾക്ക് സംരക്ഷണം നൽകുന്നു. നിങ്ങളുടെ ശരീരം ആരോഗ്യവും നിയന്ത്രണത്തിലുമായിരിക്കുമ്പോൾ, മരണം അകലെയായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുക. മരണം ആസന്നമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? വിദ്യ കാമധേനുവിനെപ്പോലെയാണ്. അത് എല്ലാ കാലത്തും ഫലം നൽകുന്നു. ഒരു അമ്മയെപ്പോലെ അത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ പോറ്റുന്നു. അതിനാൽ വിദ്യ ഒരു ഒളിഞ്ഞുകിടക്കുന്ന നിധിയാണ്. 100 ഗുണങ്ങളില്ലാത്ത പുത്രന്മാരെക്കാൾ നല്ലത് നല്ല ഗുണങ്ങളുള്ള ഒരൊറ്റ പുത്രനാണ്. കാരണം ചന്ദ്രൻ ഒന്നാണെങ്കിലും ഇരുട്ടകറ്റുന്നു, എന്നാൽ അസംഖ്യം നക്ഷത്രങ്ങൾക്ക് അതിന് കഴിയില്ല. നീണ്ട ജീവിതം ലഭിച്ച ഒരു വിഡ്ഢിയായ പുത്രനേക്കാൾ മികച്ചത് മരിച്ചാണ് ജനിക്കുന്ന ഒരു പുത്രൻ. ആദ്യത്തേത് ഒരു നിമിഷത്തേക്ക് മാത്രം ദുഃഖമുണ്ടാക്കുന്നു, എന്നാൽ രണ്ടാമത്തേത് ജ്വലിക്കുന്ന തീ പോലെ മാതാപിതാക്കളെ ജീവിതകാലം മുഴുവൻ ദുഃഖത്തിൽ ദഹിപ്പിക്കുന്നു. ശരിയായ ജീവിത സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നത്, താഴ്ന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളെ സേവിക്കുന്നത്, അനാരോഗ്യകരമായ ഭക്ഷണം, മുഖം ചുളിക്കുന്ന ഭാര്യ, ഒരു വിഡ്ഢിയായ മകൻ, വിധവയായ മകൾ എന്നിവ തീയില്ലാതെ ശരീരം ദഹിപ്പിക്കുന്നു. പാൽ കൊടുക്കാത്തതും ഗർഭം ധരിക്കാത്തതുമായ ഒരു പശുവിനെക്കൊണ്ട് എന്തു പ്രയോജനം? അതുപോലെ ഒരു പുത്രന്റെ ജനനം കൊണ്ട് എന്തു പ്രയോജനം? അവൻ വിദ്യാസമ്പന്നനോ ഭഗവാന്റെ ശുദ്ധഭക്തനോ ആയില്ലെങ്കിൽ. ജീവിത ദുഃഖങ്ങളാൽ ഒരാൾ വലയുമ്പോൾ 3 കാര്യങ്ങൾ അവന് ആശ്വാസം നൽകുന്നു: സന്താനങ്ങൾ, ഭാര്യ, ഭഗവാന്റെ ഭക്തന്മാരുടെ കൂട്ടുകെട്ട്. രാജാക്കന്മാർ ഒരിക്കൽ സംസാരിക്കുന്നു, പണ്ഡിതന്മാർ ഒരിക്കൽ സംസാരിക്കുന്നു, മകളെ വിവാഹം കഴിച്ചയക്കുന്നത് ഒരിക്കൽ മാത്രമാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരു തവണ മാത്രം സംഭവിക്കുന്നു. മതപരമായ തപസ്സുകൾ ഒറ്റയ്ക്ക് പരിശീലിക്കണം, പഠനം 2 ആളുകൾ, പാട്ട് 3 പേർ, യാത്ര 4 പേർ ചേർന്ന്, കൃഷി 5 പേർ ചേർന്ന്, യുദ്ധം നിരവധി പേർ ചേർന്ന് ചെയ്യണം. ശുചിയുള്ളവളും വിദഗ്ധയും പതിവ്രതയും ഭർത്താവിന് സന്തോഷം നൽകുന്നവളും സത്യസന്ധയുമായവളാണ് യഥാർത്ഥ ഭാര്യ. മക്കളില്ലാത്ത ഒരാളുടെ വീട് ശൂന്യമാണ്. ബന്ധുക്കളില്ലാത്ത ഒരാൾക്ക് എല്ലാ ദിശകളും ശൂന്യമാണ്. ഒരു വിഡ്ഢിയുടെ ഹൃദയവും ശൂന്യമാണ്. എന്നാൽ ദാരിദ്ര്യം ബാധിച്ച ഒരാൾക്ക് എല്ലാം ശൂന്യമാണ്. പ്രാവർത്തികമാക്കാത്ത ശാസ്ത്രീയ പാഠങ്ങൾ വിഷമാണ്. ദഹനക്കേടുള്ളവന് ഭക്ഷണം വിഷമാണ്. ദാരിദ്ര്യം ബാധിച്ച ഒരാൾക്ക് ഒരു സാമൂഹിക ഒത്തുചേരൽ വിഷമാണ്. പ്രായമായ ഒരു പുരുഷന് ഒരു യുവഭാര്യ വിഷമാണ്. മതവും ദയയുമില്ലാത്ത മനുഷ്യനെ തിരസ്കരിക്കണം. ആത്മീയ അറിവില്ലാത്ത ഒരു ഗുരുവിനെ തിരസ്കരിക്കണം. മോശം മുഖമുള്ള ഭാര്യയെ ഉപേക്ഷിക്കണം. അതുപോലെ സ്നേഹമില്ലാത്ത ബന്ധുക്കളെയും ഉപേക്ഷിക്കണം. തുടർച്ചയായ യാത്ര ഒരു മനുഷ്യന് വാർദ്ധക്യം വരുത്തുന്നു. തുടർച്ചയായി കെട്ടിയിടുന്നതിനാൽ ഒരു കുതിരയ്ക്ക് വാർദ്ധക്യം വരുന്നു.